ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇത് നാട്ടിൽ ചെന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഞാനും ഇവളും കൂടെ എഴുന്നേറ്റ് കുറച്ച് ബീഫും മീനും ചീരയൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി. ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയി തിരിച്ച് വന്നിട്ട് പിന്നെ കുക്കിംഗ് പരിപാടിയിലേക്ക് കയറി. കാരണം ഞാൻ വരുമ്പോൾ എപ്പോഴും അമ്മയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി തരിക. ഇപ്പോൾ ആളെണ്ണം കൂടുതലുണ്ട്, അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരുത്തർ ഓരോ പോർഷനായിട്ട് ഏറ്റെടുത്തു കേട്ടോ. കുക്കിംഗ് ഞങ്ങൾ മൂന്നുമാണെങ്കിൽ ക്ലീനിങ് ഇവളായിരുന്നു. രാവിലെ കയറിയതാണ് ആ ചൂലും കൊണ്ട്, തൂത്ത് തീർന്നില്ല, ഉച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ രാവിലത്തെ കാപ്പി ആയപ്പോഴത്തേക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചു. പരിപാടികളൊക്കെ പകുതിക്കിട്ടിട്ടായിരുന്നു കഴിക്കാനിരുന്നത്. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഞങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. പ്രത്യേകിച്ചൊന്നിനുമല്ല, റീലെടുക്കാൻ വേണ്ടിയിട്ടാണെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ റീലൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പായസം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നും കൂടെ ഇറങ്ങിയത്. പക്ഷെ പണ്ട് മുതലേ ഒരേ വഴി പോവാത്ത ഞങ്ങൾ മൂന്നുപേരും ഈ വഴിയും തെറ്റിപ്പോയി. ആ വണ്ടി പിന്നെ ചെന്ന് നിന്നത് അടുത്തുള്ള ഒരു റിസോർട്ടിലേക്കായിരുന്നു. വീടിനടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ടൈം ഇല്ലായിരുന്നു. പായസത്തിൻ്റെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തണമല്ലോ. അപ്പോൾ പെട്ടെന്നൊന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇത്രയും നാളായിട്ട് ഞാനും അതിനകം അങ്ങനെ കയറി കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും അവധി ദിവസം ആയതുകൊണ്ടും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവധി ദിവസം ആഘോഷിക്കാൻ വരുന്നവരും പിന്നെ ഏതോ പിള്ളേരുടെ സെൻഡ് ഓഫ് പാർട്ടി എന്തോ ഉണ്ടായിരുന്നു. കുറേ പിള്ളേർ അവിടെ ഒരുങ്ങിയൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങളൊരു മൂലയ്ക്ക് പോയി അങ്ങിരുന്നു കുറേ നേരം. നല്ല രസമാണ് അവിടെ കാണാൻ, നല്ല കാറ്റും തണലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ട് മുന്നിൽ തന്നെ കായലാണ്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് നല്ലതായിരുന്നു കേട്ടോ. കുറേ നേരമല്ല, കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് വിളി വന്നു, പായസത്തിൻ്റെ സാധനങ്ങൾ ഇതുവരെ എത്തിയില്ല. ആ ടെൻഷനിൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് നേരെ വീട്ടിലോട്ടാണ് വെച്ച് പിടിച്ചത്. പിന്നെ അത് മനസ്സിലാക്കിയോണ്ട് കറങ്ങി തിരിഞ്ഞ് കടയിലേക്ക് വന്നു. കടയിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറക്കി എടുത്തിട്ട് ബില്ലടിക്കാനൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കണ്ണുകൾ ഐസ്ക്രീമിലേക്ക് പോയി. പിന്നെ അതും മേടിച്ചു. അല്ലെങ്കിൽ ഇതിൽ കടയിൽ കയറി ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കുന്നതും ഒരു പതിവാണല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചു പോകാൻ നേരത്താണ് ഇവറ്റകൾക്ക് വണ്ടി ഓടിച്ചു നോക്കണമെന്നൊരാഗ്രഹം. പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ സാധനങ്ങൾ മേടിച്ച് നടന്നു. പിന്നെ ഈ പോകുന്ന വണ്ടി പായസം വെന്ത് കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. അങ്ങനെ പായസാക്കലും ഐസ്ക്രീം തീറ്റലും ഒക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.